പുണ്യ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരല്പം പോലും വേദന കടന്നു വരുന്നില്ലേ സഹോദരങ്ങളെ? റമദാൻ വളരെ പെട്ടെന്നങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അവസാനത്തെ വെള്ളിയാഴ്ചയും കടന്നു വന്നു. ലോകത്തുള്ള മുഴുവൻ പള്ളികളിലെയും മിമ്പറുകളിൽ നിന്ന് കണ്ണുനീരിറ്റി വീഴുന്ന നിമിഷങ്ങളാണ് ഈ വെള്ളിയാഴ്ചയിലുള്ളത്. ഖത്തീബുമാർ റമദാനെ വിളിച്ച് സലാം പറഞ്ഞ് യാത്രയേക്കുന്ന അതിവൈകാരികമായ നിമിഷങ്ങൾ. യാ റബ്ബി, ഇനിയൊരു റമദാൻ ഞങ്ങളിലുണ്ടോ അല്ലാ? പേടിയാവുകയാണ്. ഈ റമദാനെങ്ങാനും സ്വീകരിക്കപ്പെടാതെ നമ്മൾ മരിച്ചു പോയാൽ അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താവട്ടെ എന്ന പ്രാർത്ഥന ജിബ്രീലിൻ്റെതാണ്. ആമീൻ പറയുന്നത് ലോകത്തിൻ്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റമദാനിൽ അവസാനത്തെ വെള്ളിയാഴ്ച നമുക്ക് കിട്ടിയത് ഒരു പിടിവള്ളിയാണ്. നഷ്ടപ്പെടുത്തി കളയല്ലേ, വേസ്റ്റാക്കി കളയല്ലേ. അവസാന സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം വന്നിങ്ങനെ നമ്മൾ ഭീകരരൂപിയായി കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കും, യാ റബ്ബി, ഒരു നിമിഷം എനിക്ക് മടക്കി തരാമോ? ഞാൻ തൗബ ചെയ്യാമല്ല, ഒരു ചാൻസ് എനിക്ക് തരാമോ? കല്ലാ, ഇല്ല മോനെ, ഇല്ല, നിന്റെ ചാൻസൊക്കെ തീർന്നു പോയിട്ടുണ്ട്, നിന്റെ ചാൻസസൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇനി വിണ്ടരുത് എന്ന് പടച്ചവൻ പറയുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് തന്നെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് നാം സ്വയം ഒന്ന് വിചാരണ ചെയ്യേണ്ട മനോഹരമായൊരവസരമാണ് വിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച. ഇതെൻ്റെ അവസാനത്തെ റമദാനാണെന്നുള്ള ബോധ്യത്തിൽ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം? സുബ്ഹ് കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന ഈ സമയം മുതൽ ഈ വെള്ളിയാഴ്ചയുടെ മഗ്‌രിബ് കടന്നു വരുന്നതിന് മുൻപ് വരെ ചെയ്യേണ്ട ഹൃദ്യമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയണം. അതുപോലെ തന്നെ മനോഹരമായൊരു സൂറത്ത് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരികയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു സൂറത്താണ്. ആ സൂറത്ത് പാരായണം ചെയ്താൽ മാരകമായ അസുഖങ്ങളിൽ നിന്ന്, ക്യാൻസറിൽ നിന്ന് പോലും, എല്ലാത്തിലുമുപരി പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് പോലും നമുക്ക് കാവലാണെന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മനോഹരമായ സ്വലാത്തുകൾ കൃത്യമായി ഹൃദ്യമായത് മനസ്സിലാക്കി ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കരുണക്കടലായ നാഥൻ, ജഗന്നിയന്താവായ തമ്പുരാൻ വിശുദ്ധ റമദാൻ അനുകൂലമാകുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണെന്ന്. വിശ്വാസിയുടെ ഹൃദയം ഇങ്ങനെ തേങ്ങുകയാണ്. യാ റബ്ബി, എൻ്റെ കുടുംബത്തിൽ നിന്നൊരു അതിഥി ഇറങ്ങിപ്പോണതുപോലെ റമദാൻ എന്നിൽ നിന്നിങ്ങനെ വിട പറഞ്ഞുകൊണ്ട് പോവാണ്. എൻ്റെ കുടുംബത്തിലൊരു മരണം സംഭവിക്കുന്നത് പോലെ ഏങ്ങലടിച്ച് കരഞ്ഞിരുന്ന സ്വഹാബ റളിയല്ലാഹു അൻഹും. നമ്മൾ റജബ് മുതൽ ദ്വാരക്കാണ്, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, റമദാൻ എത്തിച്ചു തരണേ അല്ലാ, റമദാൻ എത്തിച്ചു തരണേ അല്ലാ. ഇതാ റമദാൻ കയ്യിൽ കിട്ടിയതേ അറിഞ്ഞുള്ളൂ, അപ്പോഴേക്കും റമദാൻ അതാ പെട്ടെന്ന് ഓടിപ്പോവാൻ. എന്ത് നേടി? റമദാൻ അനുകൂലമായോ? വല്ല ഉറപ്പുണ്ടോ? ആരാണ് നമുക്ക് ഉറപ്പ് തരുന്നത്? ഒരു മനുഷ്യന് റമദാൻ ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് റമദാൻ കഴിയുമ്പോൾ മനസ്സിലാകുന്നതാണ്. ഏതുപോലെ? ഹജ്ജ് പോലെ. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു മനുഷ്യൻ്റെ ഹജ്ജ് സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയാം. അതെങ്ങനെയാണെന്നറിയോ? ആ മനുഷ്യൻ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോഴുള്ള അവസ്ഥ നോക്കിയിട്ടാണ്. ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ 3 ആളുകളാണ് ഒരു മനുഷ്യനെ ഹജ്ജിന് വിളിക്കുക എന്നാണ്. മൂന്നാളുകളെ ഹജ്ജിന് വിളിക്കും. ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിക്കുന്ന ഹജ്ജുണ്ട്, 2 ജിബ്രീൽ അലൈഹി സ്വലാം വിളിക്കുന്ന ഹജ്ജുണ്ട്, 3 ശൈത്വാൻ വിളിക്കുന്ന ഒരു ഹജ്ജുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിക്കുന്ന ഹജ്ജാണെങ്കിൽ ആ മനുഷ്യൻ പോയി ഹജ്ജ് ചെയ്ത് റാഹത്തായി തിരിച്ച് നാട്ടിൽ വന്നിട്ട് ആ ഹജ്ജിൻ്റെ പ്രതിഫലനമെന്നോണം മനോഹരമായ ജീവിതം ആ മനുഷ്യൻ നയിക്കും. ഇനി ജിബ്രീൽ അലൈഹി സ്വലാം വിളിക്കുന്ന ഹജ്ജാണെങ്കിൽ ആ മനുഷ്യൻ പോയി ഹജ്ജ് ചെയ്ത് ആ ഹജ്ജ് ചെയ്യുന്നതിനിടയിലോ അല്ലെങ്കിൽ അതിന് ശേഷമോ ആ പുണ്യഭൂമിയിൽ മരണപ്പെട്ട് അവിടെ അടക്കം ചെയ്യും. ഇനി 3ാമതൊരു ടീമുണ്ട്. അതാരാ? അത് ശൈത്താൻ വിളിക്കുന്ന ഹാജിമാരാണ്. ഏറ്റവും കൂടുതൽ അതല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്താ അവരുടെ കുഴപ്പം? അവർ ഹജ്ജൊക്കെ ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്ന് പഴയതിനേക്കാളും ഏറ്റവും വലിയ ഫിത്തനയും ഫസാദും ഒക്കെ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇയാളുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല. ഇതുപോലെ വിശുദ്ധ റമദാൻ ഇങ്ങനെ കഴിയുമ്പോൾ റമദാൻ നമ്മിൽ എന്ത് സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്?
റമദാനിൽ നമ്മുടെ പുരുഷന്മാർ 5 വക്കത്ത് പള്ളിയിൽ പോയി, റമദാൻ കഴിഞ്ഞിട്ട് 5 വക്കത്ത് പള്ളിയിലേക്ക് കടക്കാൻ നമുക്ക് പ്രയാസമുണ്ടോ? നമ്മുടെ റമദാൻ നമുക്ക് ഉപകരിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, റമദാനിൽ നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചു, റമദാൻ കഴിയുമ്പോഴേക്ക് തഹജ്ജുദിന് എഴുന്നേക്കാൻ പോലും നമുക്ക് മടിയാണെങ്കിൽ റമദാൻ നമുക്ക് ഉപകരിച്ചിട്ടില്ല. റമദാൻ ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? അവർ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താണെന്നല്ലേ പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും ഇന്ന് റമദാനിൽ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം എല്ലാ ഖത്തീബുമാരും മിമ്പറിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയും, അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ ബറകതി വൽ ഗുഫ്റാൻ, അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ. റമദാൻ എങ്ങനെ വിളിച്ച് സലാം പറഞ്ഞ് യാത്രയാക്കും? യാ അല്ലാഹ്, അത് പറയുന്ന ഖത്തീബിൻ്റെ തൊണ്ടയിടറും, അത് കേൾക്കുന്ന ജനമനസ്സുകളുടെ ഹൃദയം പൊട്ടി അവരുടെ കണ്ണുനീരിറ്റൊലിക്കും. കാരണം അത്രമേൽ പ്രിയപ്പെട്ടതാണ് മുഅ്മിനീങ്ങൾക്ക് റമദാൻ എന്ന് പറയുന്നത്. ആ റമദാൻ അകന്നു പോകുമ്പോൾ തൻ്റെ കുടുംബത്തിൽ നിന്നാരും മരിച്ചു പോകുന്നത് പോലെ വല്ലാത്തൊരു പ്രയാസമാണ്. ആ റമദാൻ സ്വീകരിക്കപ്പെടുക കൂടെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് റമദാൻ അനുകൂലമായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. വിശുദ്ധ റമദാനിലെ മനോഹരമായ വെള്ളിയാഴ്ച ദിവസം, ഈ വെള്ളിയാഴ്ച നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് റമദാൻ അനുകൂലമാക്കിയെടുക്കാൻ കഴിയും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്താ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത? ആ ഒരു പ്രത്യേകതയിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കണം ഇന്നിൻ്റെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ. ഈ സുബഹി കഴിഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ട് ചിന്തിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, വെള്ളിയാഴ്ച ദിവസം സൂര്യൻ ഉദിക്കുന്ന ദിവസത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയെന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കാരണങ്ങളുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് ഈ വെള്ളിയാഴ്ചയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മാറ്റിയത് ഈ വെള്ളിയാഴ്ചയാണ്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ വഫാത്ത് ഈ വെള്ളിയാഴ്ചയാണ്. മാത്രമല്ല, ഈ വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹ് തരുമെന്നാണ്. എന്ത് ചോദിച്ചാലും തരും. അള്ളാഹ് ഇന്നപ്പോൾ മഗ്‌രിബിൻ്റെ മുമ്പ് വരെയുള്ള ഒരു സമയം നമുക്ക് ഗ്യാപ്പ് ഇങ്ങനെ കിടക്കുകയാണ്. ഏതാണ് കൃത്യമായിട്ട് അള്ളാഹു തആല പറഞ്ഞു തന്നിട്ടില്ല ഏതാണ് ആ സമയം എന്ന്. എന്തുകൊണ്ട് പറഞ്ഞു തന്നില്ല? അങ്ങനെ പറഞ്ഞു തരികയാണെങ്കിൽ നമ്മൾ ആ ടൈം മാത്രം നോക്കി ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുത്തി കളയരുത്, നന്മയിലായിരിക്കണം. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതൊരു ഇബാദത്താണ്, എൻ്റെ കുടുംബത്തിന് ഞാൻ ചെയ്യുന്ന സേവനമാണ്. നിങ്ങൾ പുറത്തു പോയി ജോലി ചെയ്യുകയാണെങ്കിലും അതൊരു ഇബാദത്താണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു സേവനമാണ്. പുരുഷന്മാരും ഭാര്യമാരും ഒക്കെ അങ്ങനെ കരുതി അതൊരു ആരാധനയാണെന്നുള്ള ബോധ്യത്തിൽ നിൽക്കണം കേട്ടോ. ഒരു ദുആഇൻ്റെ മൈൻഡോടുകൂടെ ഈ വെള്ളിയാഴ്ച ദിവസത്തെ നമുക്ക് സമീപിക്കാൻ കഴിയണം. അതുപോലെ 5ാമത്തെ പ്രത്യേകത എന്താണ്? വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് അന്ത്യനാൾ സംഭവിക്കുക. വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ലോകാവസാനം ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എണ്ണിപ്പറയാനുണ്ട് വിശുദ്ധമായ വെള്ളിയാഴ്ചയെക്കുറിച്ച്. അത്രമേൽ മഹത്തരമായ വെള്ളിയാഴ്ച കടന്നു വരുമ്പോൾ എത്ര വലിയ ബോധ്യത്തിൽ നമ്മൾ നിൽക്കണം. പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച വിശുദ്ധ റമദാനിലെ വെള്ളിയാഴ്ചയും കൂടെയാണ്. സാധാരണ ഒരു വെള്ളിയാഴ്ചയല്ല, വിശുദ്ധ റമദാനിലെ ഒരു വെള്ളിയാഴ്ച എന്നല്ല, വിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഇതിന് വലിയ മഹത്വമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ വെള്ളിയാഴ്ചയിൽ പതിവാക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ആ ബോധ്യത്തിൽ നിന്ന് പതിവാക്കണം. ഏത് ബോധ്യത്തിൽ? ഇത് വിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. പടച്ചോനെ, ഇനിയൊരു വെള്ളിയാഴ്ച എനിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. അടുത്ത് ഇനി വരാൻ കിടക്കുന്ന ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന റമദാനിൽ ഞാനോ എൻ്റെ ഉമ്മയോ എൻ്റെ ബാപ്പയോ എൻ്റെ ഇണയോ എൻ്റെ സന്താനങ്ങളോ ആരാണ് ജീവിച്ചിരിക്കുക? ഒരു ഉറപ്പില്ല റബ്ബേ, ഒരു ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന സുന്നത്തായ അമലുകൾ പോലും യാ അല്ലാ അതിൻ്റെ ഒക്കെ ഫലമെന്നോണം റമദാൻ അനുകൂലമാക്കി തരണേ അല്ലാ എന്ന ബോധ്യത്തിലാകണം നമ്മുടെ അമലുകൾ. അല്ലേ? ഇന്ന് നഖം വെട്ടണം, നഖം വെട്ടൽ സുന്നത്താണ്. ഇന്നലെ വെട്ടാത്തവരൊക്കെ ഇന്ന് വെട്ടുക. ഏത് ബോധ്യത്തിൽ? സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ. വെള്ളിയാഴ്ചയുടെ കുളി സുന്നത്തുണ്ട്. ജുമാക്ക് പോകുന്നവരാണെങ്കിലും വീട്ടിൽ ളുഹർ നിസ്കരിക്കുന്ന സ്ത്രീകൾക്കാണെങ്കിലും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ കുളി സുന്നത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. സുന്നത്താക്കപ്പെട്ട ജുമായുടെ കുളിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്താൽ നമ്മുടെ പാപക്കറകൾ കഴുകപ്പെടുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വെച്ചുകൊണ്ട് മഹാരഥന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ നല്ല വസ്ത്രം ധരിക്കുക. പള്ളിയിലേക്ക് പോകുന്ന പുരുഷന്മാർ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പോവുക.
അതുപോലെ സുഗന്ധം പുരട്ടൽ റമളാനിലല്ലാത്ത വെള്ളിയാഴ്ചയിൽ പ്രത്യേകം സുന്നത്തുണ്ട്. റമളാനിൽ പകൽ സമയത്ത് സുഗന്ധം പുരട്ടൽ കറാഹത്താണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇടയത്താഴ സമയത്ത് സുഗന്ധം പുരട്ടൽ സുന്നത്തുമാണ്. അപ്പം നല്ല അത്രയൊക്കെ മേടിച്ചിട്ട് ഇത്തിരി വസ്ത്രത്തിലൊക്കെ പുരട്ടി വെക്കുക. അതിൻ്റെ മണം പിന്നീട് ഉണ്ടായാലും ഒരു കുഴപ്പമില്ല. പക്ഷേ രാവിലെ സമയത്ത് സുഗന്ധം പുരട്ടൽ കറാഹത്താണ്. അപ്പോൾ കറാഹത്ത് ചെയ്യരുത്. നേരത്തെ എല്ലാവരും പുരട്ടി വെച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. പാബോധ്യത്തിൽ നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് പോവുക. അതുപോലെ തന്നെ ജനങ്ങൾക്ക് സ്വതക്ക കൊടുക്കുക. വെള്ളിയാഴ്ച ദിവസമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സൂര്യൻ്റെ പ്രഭ വിതറുന്ന ദിവസങ്ങളിൽ ഏറ്റവും മനോഹരമായ ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ ദിവസത്തിൽ സ്വതക്ക കൊടുക്കുക, ഹദിയ കൊടുക്കുക. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുക. അവരുടെ ഒരൊറ്റ ദുആ മതി നമ്മൾ രക്ഷപ്പെടൂലേ അല്ലേ? ഇന്നലെ നിങ്ങൾ ഹദിയ നൽകിയ നമ്മുടെ റിലീഫ് ഫണ്ടിൽ നിന്നൊരു സഹോദരിക്ക് ഹദിയ കൊടുക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവരുടെ ആവശ്യം ഇതാണ്: ഉസ്താദേ, എൻ്റെ കുഞ്ഞിന് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഒന്നുമില്ല കയ്യിൽ, വല്ലാത്ത പ്രയാസത്തിലാണ്, കുഞ്ഞിന് ബുദ്ധിമുട്ടുകളുണ്ട്. ആ കുഞ്ഞിൻ്റെ പുഞ്ചിരി ഒന്ന് കാണാൻ ഒരു വസ്ത്രം എടുത്ത് തരാമോ ഉസ്താദേ? ഒരു വസ്ത്രം മേടിക്കാനുള്ള പൈസ തരാമോ ഉസ്താദേ? അൽഹംദുലില്ലാ, നമ്മുടെ റിലീഫിൻ്റെ പദ്ധതിയിൽ നിന്ന് അങ്ങനെ പല ആളുകൾക്കും നമ്മൾ ഹദിയ നൽകുന്നുണ്ട്. യാ അല്ലാഹ്, അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു സന്തോഷം കാണേണ്ടതാണ്, അവരുടെ ദുആ ഒന്ന് കാണേണ്ടതാണ്. യാ അല്ലാഹ്, അതിൻ്റെയൊക്കെ ഫലം റബ്ബി നമ്മൾ ആഖിറത്തിൽ ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നിനക്ക് തൗഫീക്ക് നൽകട്ടെ. അതുപോലെ കുടുംബ ബന്ധം ചേർക്കുക. ഈ വെള്ളിയാഴ്ച ദിവസം റമദാനിൽ അവസാനത്തെ വെള്ളിയാഴ്ചയാണെന്നുള്ള ബോധ്യത്തിൽ തെറ്റി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പോയിന്ന് സലാം പറയാം. അതുപോലെ നമ്മുടെ കുടുംബത്തിലോ നാട്ടിലൊക്കെ രോഗികളുണ്ടെങ്കിൽ പോയി സന്ദർശിക്കുക. അതൊക്കെ ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസം പ്രത്യേക മോദൽ സുന്നത്തുള്ളൊരു സൂറത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മാരകമായ രോഗങ്ങൾക്ക് പോലും മരുന്നാണ് ആ സൂറത്ത്. അതേതാണ്? സൂറത്തുൽ കഹ്ഫാണ്. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് കാവലാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ്, ഒരു മനുഷ്യൻ ആരാണോ സൂറത്തുൽ കഹ്ഫ് ഓതുന്നത് അവർക്ക് 8 ദിവസം അള്ളാഹുവിൻ്റെ രക്ഷയുണ്ട്. ബുദ്ധിമുട്ടുകളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന്, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും 8 ദിവസം പടച്ചോൻ കാവല് തരും. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ 15-20 മിനിറ്റ് മതി. 15-20 മിനിറ്റ് മതിയില്ലേ? എന്ത് എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാം അല്ലേ? എത്ര എളുപ്പത്തിൽ ഓതാം. അത് മനസ്സറിഞ്ഞൊന്ന് ഓതി നോക്കിയേ, അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് ലഭിക്കും. മാരക രോഗങ്ങളിൽ നിന്ന് പോലും മുക്തി ലഭിക്കും. അങ്ങനെയാണെങ്കിൽ സാധാരണ സമയത്ത് പോലും അത്ര പ്രതിഫലം ഉണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണെന്നുള്ള ബോധ്യത്തിൽ നമ്മളൊന്ന് ഓതി നോക്കിയേ. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതായിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിൻ്റെ ബറക്കത്ത് കൊണ്ട് പ്രിയപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന് അള്ളാഹു ശമനം കൊടുക്കട്ടെ. പ്രിയപ്പെട്ട ഫലസ്തീനിലെ ഉമ്മത്തിന് അള്ളാഹു റബ്ബുൽ ആലമീൻ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ റമളാനിൽ പതിവാക്കേണ്ടുന്ന ദുആ ധാരാളം പതിവാക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നഹ് വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലേ? വഹ്ദഹു ലാ ശരീക ലഹ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് പാപമോചനം തേടാണ്. അപ്പോൾ റമളാനിൽ അവസാനത്തെ വെള്ളിയാഴ്ചയാണെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് പാപമോചനം തേടാം. അസ്അലുക്കൽ ജന്ന, സ്വർഗം തരണേ അല്ലാഹ്, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു. അതായത് നമ്മൾ ഡെയിലി ദിനേന ഇങ്ങനെ 2-3 തവണ സ്വർഗം ചോദിക്കുകയും നരകത്തിൽ നിന്ന് കാവൽ തേടുകയും ചെയ്താൽ നരകം പറയും, പടച്ചോനെ അയാൾ എന്നിൽ നിന്ന് വിദൂരത്താക്കണേ. സ്വർഗം പറയും, പടച്ചോനെ അയാൾ എനിക്ക് നീ തരണേ. സ്വർഗത്തെക്കൊണ്ടും നരകത്തെക്കൊണ്ടും അങ്ങനെ പറയിപ്പിക്കാൻ കഴിയണം. അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ ചൊല്ലുക, ധാരാളം ചൊല്ലുക.
അതുപോലെ തന്നെ അവസാന ഭാഗത്തിൽ പതിവാക്കേണ്ട മനോഹരമായ ദിക്റുണ്ടല്ലോ, അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ അഅ്തിഖ്നീ മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണേ അല്ലാ, വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, എന്നെ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ. മനോഹരമായ ദുആ. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹുവേ നീ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് നീ മാപ്പ് ചെയ്തു തരണേ അല്ലാ. ഈ ദുആ ഇങ്ങനെ റമളാനിലെ അവസാന 10 ഈ 3 ദുആയി നമ്മളിങ്ങനെ പതിവാക്കി കൊണ്ടുവരാൻ ഇന്നത് അധികരിപ്പിക്കുക, ഇന്ന് ധാരാളം ചൊല്ലുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ളുഹാ നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുക. ഏത് ബോധ്യത്തിൽ? വിശുദ്ധ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസമാണെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് സ്വലാത്തുൽ ളുഹാ നിസ്കാരം 2 റക്അത്തെങ്കിലും ഏറ്റവും ചുരുങ്ങിയതൊന്ന് നിർവഹിച്ചു നോക്ക്. യാ അല്ലാഹ്, എത്ര വലിയ അനുഗ്രഹങ്ങളാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് പോലും കാവൽ ലഭിക്കുമെന്നാണ്. എല്ലാത്തിനുമുപരി അള്ളാഹുവിൻ്റെ തൃപ്തി, നമ്മുടെ പാപങ്ങൾ കരിഞ്ഞു പോകുന്ന അവസ്ഥ. അങ്ങനെ മനോഹരമായ ഒരുപാട് ഗുണങ്ങൾ പറയാനുണ്ട് സ്വലാത്തുൽ ളുഹാ നിസ്കാരത്തിന്. അള്ളാഹു നിസ്കരിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, വെള്ളിയാഴ്ച ദിവസം ജുമുഅ കഴിഞ്ഞിട്ട്, പ്രിയപ്പെട്ട സഹോദരിമാരാണെങ്കിൽ ളുഹർ കഴിഞ്ഞിട്ട് 4 സൂറത്തുകൾ, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഇല്ലേ, 7 മറാത്ത് 7 തവണ ഓരോ സൂറത്ത് ഓതണം. ഏക സൂറത്താണ് ഫാത്തിഹ 7, ഖുൽ ഹുവല്ലാഹു അഹദ് 7, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 7, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 7. ഇത് 7 എണ്ണവും ഓതി കഴിഞ്ഞാൽ ഹുഫിള മാ ബൈനഹു വ ബൈന ജുമുഅത്തിൻ ഉഖ്റാ, യാ അല്ലാഹ്, അവൻ്റെയും അടുത്ത ജുമുഅക്കിടയിലും അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് പ്രത്യേകമായ കാവൽ നൽകുമെന്നാണ്. വിപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, സിഹറുകളിൽ നിന്ന്, കണ്ണേറുകളിൽ നിന്ന്, അങ്ങനെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവന് കാവൽ ലഭിക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്താൽ മതി? ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ട്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരാണെങ്കിൽ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 4 സൂറത്തും 7 തവണ വീതം ഒന്ന് ഓതിയിട്ട് അല്ലാഹുവോട് ദ്വാരന്നാ മതി. അടുത്ത ജുമുഅ വരെ ആ സെക്കൻഡ് മുതൽ നിനക്ക് കാവലാണ്, പ്രൊട്ടക്ഷനാണ്, ധൈര്യമായി അല്ലാഹു റബ്ബുൽ ആലമീൻ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഇറങ്ങിക്കൊന്നാണ്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ വിശുദ്ധമായ വെള്ളിയാഴ്ച സ്വലാത്തിൻ്റെ ദിവസം കൂടെയാണ്. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് മദീനയിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ നോക്കണ സമയം, നമ്മളിങ്ങനെ വീക്ഷിക്കണ സമയം, ആ ഒരു സമയത്ത് സ്വലാത്ത് ഒന്നുപോലും ചൊല്ലാത്ത ഏറ്റവും മോശമായ മനുഷ്യരായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനുള്ള മുത്തുനബി തങ്ങൾ നേരിട്ട് കാണുന്ന നിമിഷത്തിൽ നമുക്ക് സ്വലാത്ത് ചെല്ലണ്ടേ? മനോഹരമായൊരു സ്വലാത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. സ്വലാത്തു ആലിൽ ഖദർ. ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സ്വലാത്ത് 1 തവണ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ, എത്ര തവണ? 1 തവണ പതിവാക്കിയാൽ, 1 തവണ, കൂടുതലൊന്നുമില്ല. കൂടുതൽ ചൊല്ലാൻ പറ്റിയാൽ അവരുടെ മഹത്വം എത്രയാണ്? 1 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ലം യുൽഹദ് ഫി ഖബരിഹി ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും ഖബറിലേക്ക് അവൻ്റെ മയ്യത്തെടുത്ത് വെക്കണത് എന്നാണ്. യാ അല്ലാഹ്, നാലോചിക്ക്, മുത്തുനബി തങ്ങളുടെ സാന്നിധ്യത്തിൽ ഖബറിലേക്ക് മയ്യത്തെടുത്ത് വെക്കും. നമ്മൾ മരിക്കാൻ നേരത്ത് ആരംഭപ്പൂവായ തങ്ങളെങ്ങനെ കണ്ട് അവിടുത്തെ പുഞ്ചിരിക്കുന്ന പൂവതനം കണ്ട് മരിക്കണോ? ഇന്നത്തെ ഈ വിശുദ്ധമായ ദിവസം സ്വലാത്തു ആലിൽ ഖദർ പതിവാക്കിക്കോ. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹബീബിൽ ആലിൽ ഖദറിൽ അദീമിൽ ജാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. മനോഹരമായ സ്വലാത്താണ്. ഒന്നുകൂടെ ചൊല്ലിക്ക്. اللهم صل وسلم وبارك على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. അപ്പം മനോഹരമായ സ്വലാത്താണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം നമ്മുടെ മരണവേളയിലും നമ്മളെ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ പോലും ഉണ്ടാകും എന്നുള്ളതാണ്. എല്ലാ വെള്ളിയാഴ്ചയും പതിവാക്കണം. വെള്ളിയാഴ്ച എന്നല്ല, എല്ലാ ദിവസവും പതിവാക്കണം. പ്രത്യേകിച്ച് ഇന്ന് റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണെന്നുള്ള ബോധ്യത്തിൽ ഇത് പതിവാക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മറ്റൊന്ന്, അസ്ർ കഴിഞ്ഞ സമയം, അത് ദുആഇന് വളരെ ഉത്തരമുള്ള സമയമാണ്. നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള സമയം വളരെ ഉത്തരമുള്ള സമയമാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പടക്കുന്നത്
വിശുദ്ധമായ വെള്ളിയാഴ്ചയിലെ അസറിൻ്റെ സമയത്താണ്. അതുകൊണ്ട് തന്നെ അസറിന് ശേഷം മനോഹരമായി ധാരാളം ദുആ ചെയ്യേണ്ട സമയമാണ്. നഷ്ടപ്പെടുത്തി കളയരുത്. പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം. ഏത് ബോധ്യത്തിൽ? ഇത് വിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണെന്നുള്ള ബോധ്യത്തിൽ. അങ്ങനെ നമുക്കറിയുന്ന എല്ലാ സൽക്കർമ്മങ്ങളും കൊണ്ട് മനോഹരമാക്കേണ്ട ഒരു ദിവസമാണ് നമ്മൾ ഇന്ന് ഈ നിലകൊള്ളുന്ന വിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഓരോ അമലുകളെയും നമ്മൾ സമീപിക്കേണ്ടത്. ആ നിയ്യത്തിലായിരിക്കണം ഓരോ അമലുകളുടെയും പിന്നാലെ നമ്മൾ പോകേണ്ടത്. എന്ത് നന്മ ചെയ്താലും ഇത് റമദാൻ അനുകൂലമായി തീരാനുള്ളൊരു നന്മയാണെന്നുള്ള ബോധ്യത്തിൽ, ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ആലമീൻ വിശുദ്ധ റമദാൻ അനുകൂലമാകുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണ്? ഇന്നത്തെ ചോദ്യം ഇതാണ്. സൂറത്തുൽ ഇസ്രാ കേട്ടിട്ടുണ്ടോ അല്ലേ? സൂറത്തുൽ ഇസ്രാഇൻ്റെ മറ്റൊരു പേരെന്താണ്? സൂറത്തുൽ ഇസ്രാഇൻ്റെ മറ്റൊരു പേരെന്താണ്? കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായി മനസ്സറിഞ്ഞാമയും പറയും. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്, സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഈ വിശുദ്ധമായ വെള്ളിയാഴ്ച, റമദാനിലെ അവസാന വെള്ളിയാഴ്ചയുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു മുക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, ഇത് റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണല്ലോ അല്ലാഹ്, നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ റഹ്മാൻ. പാപങ്ങളേറെ ചെയ്തവരാണ് അല്ലാഹ്. റമദാൻ കടന്നു വന്നിട്ട് പോലും പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാത്തവരാണ് അല്ലാഹ്. നീ പൊറുക്കണേ റഹ്മാനെ, നീ പൊറുക്കണേ തമ്പുരാനെ. നീ പൊറുത്തു തന്നില്ല എങ്കിൽ പടച്ചവനെ, നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് അല്ലാഹ്. യാ റബ്ബനാ യാ റബ്ബനാ. റമദാൻ വിട പറഞ്ഞു പോകുമ്പോ ഖൽബ് പിടയ്ക്കുകയാണ് അല്ലാഹ്, ഖൽബ് വേദനിക്കുകയാണ് അല്ലാഹ്. ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാഹ്, ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാഹ്. അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ. അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ എന്നിങ്ങനെ ഇന്ത് മിമ്പറുകളിൽ നിന്നുകൊണ്ട് റമദാന് സലാം പറഞ്ഞ് റമദാനെ തിരിച്ചയക്കുന്ന മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ കാണുമ്പോൾ പടച്ചവനെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്. റമദാൻ വിട പറഞ്ഞു പോകുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലാഹ്. പടച്ചവനെ, ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാഹ്. ഒരുപാട് റമദാനുകളിൽ ഇബാദത്ത് ചെയ്ത് നിന്നിലേക്ക് അടുക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് ലഭിച്ച, നിന്റെ മഗ്ഫിറത്ത് ലഭിച്ച, ഇത്ഖും മിനന്നാർ ലഭിച്ച മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ പുണ്യ റമദാനിൽ ഞങ്ങൾ ചെയ്ത എന്തെല്ലാം നന്മകളുണ്ടോ എല്ലാ നന്മകളും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, നിസ്കരിച്ചത് പടച്ചവനെ, അതുപോലെ തന്നെ നോമ്പ് തുറപ്പിച്ചത്, എല്ലാ അമാലുകളും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. റിലീഫ് പദ്ധതികളിലേക്ക് ഹദിയകൾ നൽകിയത് എല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്.
ഓടാനുകൂടി പ്രതിഫലങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. റമളാനെതിരാക്കല്ലേ അല്ലാ, റമളാനെതിരാക്കല്ലേ അല്ലാ. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, പടച്ചവനേ യാ റബ്ബനാ, ലോക മുസ്ലിം ഉമ്മത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. അങ്ങ് ഫലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പച്ചില കടിച്ചു നിന്ന് നോമ്പ് തുറക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടും ഒരൽപ്പം പോലും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാച്ചവരാണ് അല്ലാ. യാ റബ്ബനാ, ഞങ്ങൾ ചെയ്യുന്ന നന്ദികേടുകൾ നിമിത്തം നീ നൽകിയതെല്ലാം തിരിച്ചെടുക്കല്ലേ അല്ലാ. നീ തന്നതല്ലാതെ ഞങ്ങളിൽ ഒന്നുമില്ല യാ റബ്ബനാ. നീ തന്നത് തിരിച്ചെടുത്താൽ പിന്നെന്താണ് റബ്ബേ ഞങ്ങളിലുള്ളത്? ഒന്നുമില്ലല്ലോ റഹ്മാനെ. നീ കരുണാവാരിധിയല്ലേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ നേർവഴിയിൽ നടത്തണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. ഗർഭിണികളുണ്ട്, പ്രയാസങ്ങളെല്ലാം നീക്കി സുഖപ്രസവം നീ നൽകണേ അല്ലാ. നീ സുഖപ്രസവം നൽകണേ അല്ലാ. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ റമളാൻ തുടങ്ങിയത് മുതൽ വീട്ടിലുള്ളവർക്കെല്ലാം റമളാനിന്റെ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാ അല്ലാ, അവരുടെ കരങ്ങൾ നീ സ്വർഗത്തിൽ കടച്ചണേ അല്ലാ. സ്വർഗസ്ഥരായ സഹോദരിമാരോടൊപ്പം സ്വർഗസ്ഥരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടൊപ്പം ഒരുമിക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, പ്രിയപ്പെട്ട ഇണകൾക്ക് യാ റബ്ബനാ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മുർ റഹീമായ തമ്പുരാനെ, കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ലാ. പ്രവാസികളുണ്ട്, ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ. ഉള്ള തൊഴിലിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കടബാധ്യതകളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ലാ. നിർമ്മാണത്തിലിരിക്കുന്നത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ സ്വബാഹുൽ ഖൈറിനെ സ്നേഹിക്കുന്നവർ, ചേർത്ത് പിടിക്കുന്നവർ, ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. എല്ലാ ഖൈറും എല്ലാ ബറക്കത്തും നീ നൽകണേ അല്ലാ. റഹ്മുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഈ വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് മദീനയിൽ കിടന്ന് ഞങ്ങളെ കാണുന്നുണ്ടല്ലോ അല്ലാ. ആ ഹബീബായ തങ്ങളുടെ നേർക്കാഴ്ചയിൽ ഉൾപ്പെടാൻ, അവിടുത്തെ മദദ് ലഭിക്കുന്നവരിൽ ഒന്നുൾപ്പെടാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളുള്ളവർ, തടസ്സങ്ങളൊക്കെ നീ നീക്കണേ അല്ലാ. എക്സാമുകൾ എഴുതുന്നവർ നീ ഉന്നത വിജയം നൽകണേ അല്ലാ. പടച്ചവനെ, സിഹറുകൾ, കണ്ണേറുകൾ നീ ബാത്തിലാക്കണേ അല്ലാ. പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. അപകടങ്ങളിൽ പെട്ട് ചിന്നിച്ചിതറിപ്പോകുന്ന മയ്യത്തുകളാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഈ വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് കബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാ. പ്രകാശപൂരിതമാക്കണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം വിശിഷ്യ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. നീ ഒരുമിപ്പിക്കണേ അല്ലാ. നീ തഴയല്ലേ അല്ലാ. നീ കൈവെടിയല്ലേ അല്ലാ. റബ്ബനാ അൻത വലിയുനാ ഫിദ്ദുനിയാ വൽ ആഖിറ വലാ തുഖയ്യിബ് റജാഅനാ വലാ തുളയ്യിഅ ദുആഅനാ വലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ
آمين آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.